Okay, so finally Realme Narzo series in the next പതിപ്പായ Realme Narzo 30 സീരീസ് Realme ഇന്നാണ് ലോഞ്ച് ചെയ്തത്. പ്രൈസിലേക്ക് ഞാൻ വരാം. നമുക്ക് വേറെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. റിയൽമി ഇന്നത്തെ ഈ ഈവൻറ്റിൽ ഫോൺസ് മാത്രമല്ല ലോഞ്ച് ചെയ്ത്, ഫോൺസ് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ്, സോ ഗെയിമിംഗ് ആക്സസറീസ് ഉണ്ടായിരുന്നു, റിയൽമി ബഡ്സ് എയർ 2 ഉണ്ടായിരുന്നു, പ്ലസ് റിയൽമിയുടെ ചില മർച്ചൻഡൈസും അവർ ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, സോ നമുക്കതെല്ലാം നോക്കാം. മെയിൻലി ഫോൺസ് ആണ്, പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. റിയൽമി നാർസോ സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് റിയൽമി ഈവൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. നോർമലി പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു റിയൽമി ഈവൻറ്റ്, കാരണം അവരെപ്പോഴും ടു ദ പോയിൻ്റ് ആയിരിക്കും, അവർ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് അവർ പോകും. പക്ഷേ ഇന്നത്തെ ഈവൻറ്റ് കുറച്ച് കത്തിയായിരുന്നു. നല്ല രീതിയിൽ അവർ വലിച്ച് നീട്ടി, ഒരുപാട് ആവശ്യമില്ലാതെ വലിച്ച് നീട്ടി. അതുമാത്രമല്ല, ഇന്നത്തെ ഈവൻറ്റിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് ടൈം ഡബ് ചെയ്യേണ്ടി വന്നു. ഒരു പ്രൊഫഷണൽ ലുക്കില്ലായിരുന്നു ആ ഒരു ഈവൻറ്റിന്. അതായിരുന്നു മെയിൻ സംഭവം. റിയൽമിയുടെ ഓൾമോസ്റ്റ് എപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കും അവരുടെ ഒരു ഈവൻറ്റ്. എനിവേ, രണ്ട് ഫോൺസാണ് വന്നിരിക്കുന്നത്. റിയൽമി നാർസോ 30A, 10, 30 Pro. സോ ഇത്തവണ 30 ഇല്ല. കഴിഞ്ഞ തവണ 20A, 20 Pro ഉണ്ടായിരുന്നു. ഇത്തവണ 30A, 30 Pro ആണ്. അങ്ങനെ പുതുമ നിറഞ്ഞ ഫോൺസ് ആണെന്ന് പറയാൻ കഴിയില്ല. നോർമലി നാർസോ സീരീസ്, റിയൽമി നാർസോ സീരീസ് ഹൈബ്രിഡ് റീസൈക്കിൾഡ് ഫോൺസ് ആണ്. അതായത് പഴയ റിയൽമി ഫോൺസിൻ്റെ ഓരോരോ കമ്പോണൻ്റൊക്കെ എടുത്ത് അതിലൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഓക്കെ, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് റിയൽമിയുടെ നമ്പർ സീരീസ്. സോ ഈ വരാൻ പോകുന്ന റിയൽമി 8 സീരീസും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം പ്രൈസ് റേഞ്ചാണ്. സോ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. പക്ഷേ സ്റ്റിൽ എന്തായാലും റിയൽമി ലോഞ്ച് ചെയ്തു. സോ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് റിയൽമി നാർസോ 30A നോക്കാം. സോ ലോവർ വേരിയൻറ്റ് 30A ബേസിക്കലി നമ്മുടെ റിയൽമി 7i ഗ്ലോബൽ, റിയൽമി 7iൻ്റെ ഗ്ലോബൽ വേരിയൻറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമി നാർസോ 20, അതിൻ്റെ ഒരു എക്സാക്റ്റ് സെയിം ഫോണാണ്. ആ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ആ ഫോൺസിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു, ഇവിടെ 13 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, പക്ഷേ സെക്കൻഡറി ക്യാമറ ഒരു പോർട്രേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്. സോ മെയിൻലി നമുക്ക് ഒരു ക്യാമറ എന്ന് പറയാം. ഡിസ്പ്ലേ നോക്കിയാൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 570 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. സോ ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേ. നാർസോ 30Aയിൽ വരുന്ന ചിപ്സെറ്റ് ആണ് മീഡിയടെക്കിൻ്റെ ഹീലിയോ G85. നമ്മൾ ഓൾറെഡി ഒരുപാട് ഫോൺസിൽ കണ്ട ഒരു ചിപ്സെറ്റാണ്. ഇപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് 10,000 താഴെയാണ് വരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ G85 10,000 താഴെ വരുന്നുണ്ട്. അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. 12 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. അത്യാവശ്യം ബഡ്ജറ്റ് ഗെയിമിംഗ് എന്ന് പറയാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ പ്രൊസസ്സർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. പ്രൈസ് കാറ്റഗറിയും പ്രൊസസ്സർ നോക്കുമ്പോൾ ഡീസൻ്റ് ആണ്. നല്ല കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. 13 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി സെൻസർ. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ആണ്. ഫ്രണ്ടും ബാക്കും വെച്ച് നിങ്ങൾക്ക് മാക്സിമം 1080p at 30 FPS എടുക്കാൻ കഴിയും. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കൂടെ ബോക്സിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണ്. ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 3GB 32GB, പിന്നെ 4GB 64GB. പ്രൈസ് നോക്കുകയാണെങ്കിൽ 3GB 32GBൻ്റെ പ്രൈസാണ് 8,999. 4GB 64GBയുടെ പ്രൈസാണ് 9,999. നാർസോ 30Aൻ്റെ പ്രൈസും സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ഡീസൻ്റ് ആണ്. അങ്ങനെ ഓവർ പ്രൈസ് എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു ഡിസ്പ്ലേ മാത്രം ഫുൾ HD+ ആക്കിയിരുന്നെങ്കിൽ നല്ല കോമ്പറ്റേറ്റീവ് ഫോണായിരുന്നു. എസ്പെഷ്യലി പോക്കോമായിട്ട് മത്സരിക്കുമ്പോൾ പോക്കോ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പോക്കോ M2 ഉണ്ട്. ഇപ്പോൾ പോക്കോ M3 ആഫ്റ്റർ ഡിസ്കൗണ്ടൊക്കെ 10,000 താഴെ കിട്ടുന്നുണ്ട്. സോ ആ പോക്കോ അൺബീറ്റബിൾ സ്പെസിഫിക്കേഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഈ സീരീസിലെങ്കിലും ഫുൾ HD+ കൊടുക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ വർഷം റിയൽമി 7iയിൽ വരെ HD+ ഡിസ്പ്ലേ ആയിരുന്നു. ബാക്കി നല്ല ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. G85 ഉണ്ട്, പിന്നെ 6000 mAh ബാറ്ററി ഉണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ്. സോ അങ്ങനെ സ്പെഷ്യൽ സംഭവം ഒന്നുമില്ല. അങ്ങനെ ഈ ഫോണിനെ മാറ്റി നിർത്തുന്ന സംഭവം ഒന്നുമില്ല. ബാക്ക് ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. നമ്മൾ റിയൽമി C15 ഒക്കെ ഉണ്ടല്ലോ, C15 ഞാൻ പറഞ്ഞ പോലെ റിയൽമി നമ്മുടെ റിയൽമി 20. സോ എക്സാക്ട്ലി സെയിം ബാക്ക് ഡിസൈൻ ആണ്. ചെറിയ മാറ്റമുണ്ട്, ഒരു കളറിൻ്റെ ഗ്രേഡിങ്ങിൽ മാറ്റം ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം ലുക്കാണ്. നെക്സ്റ്റ് നമുക്ക് നാർസോ 30 പ്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ, അതായത് നാർസോ 20 പ്രോയുമായിട്ട് കമ്പയർ ചെയ്താൽ ആ റിഫ്രഷ് റേറ്റിൻ്റെ കണക്കിൽ വ്യത്യാസമുണ്ട്. സോ ഇത്തവണ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം 90 ഹെർട്സ് ആയിരുന്നു. സോ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രൊസസ്സറിൻ്റെ കാറ്റഗറി നോക്കിയാൽ മീഡിയടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡൈമെൻസിറ്റി 800U ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ആണ്. സോ കഴിഞ്ഞ വർഷത്തെ നാർസോ 20 പ്രോയിൽ G95 ആയിരുന്നു. ഇത്തവണ ഡൈമെൻസിറ്റി 800U കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു അപ്ഗ്രേഡ് തന്നെയാണ്.
അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ 5G ഫീച്ചർ ഉണ്ട്. സോ ഡ്യുവൽ 5G സ്റ്റാൻഡ് ബൈയുടെ ഫീച്ചറും വരുന്നുണ്ട്. 7 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.4 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. ഈ ഫോണിൽ 5 5G ബാൻഡ്സിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. N1, N41, N77, N78, N79. സോ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 48 മെഗാപിക്സലിൻ്റെ ആണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. സോ അത് ഓൾമോസ്റ്റ് സെയിം ആണ്. കഴിഞ്ഞ വർഷത്തെ എക്സാക്ട്ലി സെയിം പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 ലെൻസ് ഉള്ള ക്യാമറയാണ് മെയിൻ പ്രൈമറി ക്യാമറ. 8 മെഗാപിക്സലിൻ്റെ 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാവൈഡ് ഉണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ആണ്. മാക്സിമം 4K 30 FPS ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോർമലി റിയൽമി ഫോൺസിൽ കണ്ടുവരുന്ന ആ ഒരു UIS മാക്സ് സ്റ്റെബിലൈസേഷൻ്റെ ഫീച്ചർ ഉണ്ട്. പിന്നെ ആ ഒരു ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, നൈറ്റ് ഫിൽറ്റേഴ്സൊക്കെ ഇതിലും വരുന്നുണ്ട്. സോ അത് നല്ല ഫീച്ചറാണ്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ. ഈ ഫോണിൽ 5000 mAh ആണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ചാർജിങ് പവർ നോക്കിയാൽ ഒരു ഡൗൺഗ്രേഡ് ഉണ്ട്. കഴിഞ്ഞ വർഷം 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജിങ് റിയൽമി കൊടുത്തിരുന്നു. ഇത്തവണ 30 വാട്ട് മാത്രമാണ്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഡോൾബി ആറ്റ്മോസിൻ്റെ ഫീച്ചർ ഉണ്ട്. ഹൈ റെസ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ആണ്. അതർ ഫീച്ചേഴ്സ് നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് നാർസോ 30 Pro വരുന്നതും. അതായത് 6GB 64GB പിന്നെ 8GB 128GB ആണ് ടോപ്പ് വേരിയൻറ്റ്. 2 വേരിയൻസ് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെ പ്രൈസ് നോക്കിയാൽ 6GB 64GBയുടെ പ്രൈസാണ് 16,999. 8GB 128GBയുടെ പ്രൈസാണ് 19,999. പ്രൈസ് ലേശം കൂടിപ്പോയി എന്ന് തോന്നുന്നു. റിയൽമി X7ൻ്റെ 6GB 128GBയും നാർസോ 30 Proൻ്റെ ഈ നാർസോ 30 Proൻ്റെ 8GB 128GBയുടെ പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ് 19,999. രണ്ടിലും എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ്. മീഡിയാടെക് ഡൈമെൻസിറ്റി 800U ആണ്. പക്ഷേ അതുമാത്രം മതിയോ ഈ ഒരു പ്രൈസിങ്ങിന് വേണ്ടി? കാരണം റിയൽമി X7 കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അതിൽ. ആ ഒരു ലുക്കും കുറച്ചുകൂടി പ്രീമിയം ആണ്. ഹെഡ്ഫോൺ ജാക്ക് അതിൽ വരുന്നില്ല. സോ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഇപ്പം വന്ന് മിഡ് റേഞ്ച് പ്രൈസിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ ഒരു പ്രീമിയം ഫീച്ചറായി മാറിയിരിക്കുകയെന്ന് തോന്നുന്നു. കാരണം വേറെ എനിക്കൊരു അത് ഐഡിയ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ്. പിന്നെ വേറെ ഒരുപാട് സംഭവങ്ങൾ റിയൽമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഗെയിമേഴ്സിന് വേണ്ടി ഫാൻ ഉണ്ട്. സോ കൂളിംഗ് ഫാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ഇട്ട് അവർ കാണിച്ചില്ല. അതായത് ഫോണിൻ്റെ കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്നും കാണിച്ചില്ല. കുറേ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു തന്നു. ആ ലോഞ്ച് ഇവൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ അതെങ്ങനെയാണ് ഫിറ്റ് ആവുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല. സ്പെസിഫിക്കേഷൻസ് അവർ ഷെയർ ചെയ്തു. അതേ രീതിയിൽ ട്രിഗേഴ്സ് വന്നിട്ടുണ്ട്. സോ റിയൽമി ഗെയിം കൺട്രോളേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഗെയിം കൺട്രോളർ അല്ല, ട്രിഗേഴ്സ് ഉണ്ട് റിയൽമിയുടെ. പിന്നെ ഫിംഗർ സ്ലീവ് ഉണ്ട് റിയൽമിക്ക്. റിയൽമി അവരുടെ റിയൽമി ബഡ്സ് എയർ 2 TWS ഇയർഫോൺസും ഇന്ന് ലോഞ്ച് ചെയ്തു. ഡീസൻ്റ് ആണ്, ഓക്കെ ആണ്. ഒരുപാട് സമയം അവർ ചിലവാക്കി. ഇതിൻ്റെ മേളിൽ അത്രയും സമയത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നറിയില്ല. കുറേ സമയം ചിലവാക്കി. പിന്നെ ചെയിൻ സ്മോക്കേഴ്സ് എന്ന ബ്രാൻഡിൻ്റെ കൂടെ ഒരു കൊളാബറേഷനൊക്കെയാണ്. സോ അതായിരിക്കും മെയിൻലി ഇത്രയും കോൺസെൻട്രേഷൻ കൊടുത്തത്. പിന്നെ R2 ചിപ്പൊക്കെയാണ് വരുന്നത്. 10mm ഡയമണ്ട് ക്ലാസ് ഹൈഫൈ ഡ്രൈവേഴ്സ് ഉണ്ട്. ലൈറ്റ് ആൻഡ് ഈസി ആണ്. 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 25 decibel ഉണ്ട്. 88 millisecond സൂപ്പർ ലോ ലേറ്റൻസി ഉണ്ട്. ബ്ലൂടൂത്ത് 5.2 ഡ്യുവൽ ചാനൽ ട്രാൻസ്മിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി ബഡ്സ് എയർ 2ൻ്റെ പ്രൈസാണ് 32,999. പിന്നെ റിയൽമിയുടെ പുതിയ മാസ്കോട്ട് ഉണ്ടല്ലോ, റിയൽമിയാവ്, ആ ഒരു പൂച്ച, യെല്ലോ പൂച്ച. സോ അതിനെ വെച്ചുകൊണ്ട് കുറേ മർച്ചൻഡൈസും റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽമി ടീഷർട്ട്സ് ഉണ്ട്, റിയൽമി ക്യാപ്പ് ഉണ്ട്, റിയൽമി സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ റിയൽമി നാർസോ 30 സീരീസ്, സ്പെഷ്യലി റിയൽമി നാർസോ 30 Proനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ഫ്രാങ്ക് ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അത് വായിക്കാൻ. എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്? എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ഷെയർ ചെയ്തു ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്.